നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പല യാത്രക്കാർക്കും ഭയങ്കര മടിയാണ്. വൃത്തിയില്ലായ്മ കൊണ്ടൊന്നുമല്ല, പലർക്കും ടോയ്ലറ്റിന്റെ ഡോറ് തുറക്കാൻ അറിയില്ല. പിന്നെ ചിലർക്ക് അതിനുള്ളിൽ കുടുങ്ങിപ്പോകുമോ എന്ന ഭയം. ഇക്കാരണങ്ങൾ കൊണ്ട് പലരും ശുചിമുറിയിൽ പോകാതെ വിമാനം ലാൻഡ് ചെയ്യുന്നതുവരെ കടിച്ചു പിടിച്ച് ഇരിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിനുള്ളിലെ ശുചിമുറിയിൽ കയറിയ യാത്രക്കാരൻ ലോക്ക് പണിമുടക്കിയതോടെ കുടുങ്ങി. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 മണിക്കൂറോളമാണ് ഈ യാത്രക്കാരൻ ഇത്തരത്തിൽ ശുചിമുറിയിൽ കുടുങ്ങിയത്. ഇടുങ്ങിയ സ്ഥലത്ത് കുടുങ്ങിപ്പോയതിന് പിന്നാലെ ഭയന്ന അവസ്ഥയിലായിരുന്നു ഈ യാത്രക്കാരൻ. SG-268 എന്ന വിമാനത്തിലാണ് അസാധാരണ സംഭവം ഉണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്കായിരുന്നു വിമാനം മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത്. പുലർച്ചെ 3:42 വിമാനം ബംഗളൂരുവിലെത്തിയത്. 14D എന്ന സീറ്റിലിരുന്ന യാത്രക്കാരനാണ് ടേക്ക് ഓഫിന് പിന്നാലെ ശുചിമുറി ഉപയോഗിക്കാൻ ശ്രമിച്ച് കുടുങ്ങിയത്. 100 മിനിറ്റിലധികം സമയമാണ് യുവാവ് ശുചിമുറിയിൽ കുടുങ്ങിയത്. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തടക്കം ശുചിമുറിയിൽ ഇരിക്കേണ്ട ഗതികേടാണ് ഈ യാത്രക്കാരന് ഉണ്ടായത്. യാത്രക്കാരൻ ശുചിമുറിയിൽ കുടുങ്ങിയെന്ന് വ്യക്തമായതോടെ വാതിൽ പുറത്തുനിന്ന് തുറക്കാൻ വിമാന കമ്പനി ജീവനക്കാർ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ വരികയായിരുന്നു. തുടർന്ന് ശൗചാലയത്തിനുള്ളിലേക്ക് ജീവനക്കാർ ഒരു കുറിപ്പ് കൈമാറി. സർ, ഞങ്ങൾ പരമാവധി ശ്രമിച്ചെങ്കിലും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. പരിഭ്രാന്തനാകരുത്. നമ്മൾ അല്പസമയത്തിനകം ലാൻഡ് ചെയ്യും. അതുവരെ സുരക്ഷിതമായി ടോയ്ലറ്റ് സീറ്റ് കവറിന് മുകളിൽ ഇരിക്കണം. എഞ്ചിനീയർ വന്നാൽ ഉടൻ വാതിൽ തുറക്കും എന്ന്. പിന്നീട് വിമാനം ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തിയതിന് പിന്നാലെ കെമ്പഗൌഡ വിമാനത്താവളത്തിലെ എഞ്ചിനീയർമാരെത്തിയാണ് വിമാനത്തിലെ ശുചിമുറിയുടെ വാതിൽ തുറന്ന യുവാവിനെ പുറത്തിറക്കിയത്. വാതിൽ പൊളിച്ച് പുറത്തെ എത്തിച്ച യുവാവിന് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി. സംഭവത്തിൽ സ്പൈസ് ജെറ്റ് യാത്രക്കാരനോട് ക്ഷമ ചോദിച്ച രംഗത്തെത്തി. ടിക്കറ്റിന് ഈടാക്കിയ മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ സ്പൈസ് ജെറ്റിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: നിർഭാഗ്യവശാൽ ലോക്കിന്റെ തകരാറു കാരണം യാത്രക്കാരൻ 1 മണിക്കൂറിലധികം ശുചിമുറിയിൽ കുടുങ്ങിയെന്നും ജീവനക്കാർ അദ്ദേഹത്തിന് യാത്രയിലുടനീളം നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയതായും സ്പൈസ് ജെറ്റ് അറിയിച്ചു. വിമാനം ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ എഞ്ചിനീയർമാരെത്തി ശുചിമുറിയുടെ വാതിൽ തുറന്നതായും യാത്രക്കാരന് വൈദ്യസഹായം നൽകിയെന്നും വിമാന കമ്പനി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.